രാജ്യങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, അതിർത്തി വിഷയങ്ങളിൽ തർക്കങ്ങളും ഉണ്ടായേക്കാം. എന്നാൽ മനുഷ്യജീവൻ രക്ഷിക്കുന്ന കാര്യത്തിൽ അതിരുകളില്ല എന്ന് വീണ്ടും തെളിയിക്കുന്ന സംഭവമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. കേരള തീരത്ത് തീപിടിച്ച ചരക്കു കപ്പലിൽ കുടുങ്ങിയ 12 ചൈനീസ് നാവികരെ ഇന്ത്യൻ സൈന്യവും കോസ്റ്റ് ഗാർഡും ചേർന്ന് രക്ഷപ്പെടുത്തിയ സംഭവത്തെ ഓർത്ത് ഇന്ത്യക്ക് നന്ദി അറിയിച്ചിരിക്കുകയാണ് ചൈനയുടെ പുതിയ ഡിഫൻസ് അറ്റാഷെ റിയർ അഡ്മിറൽ യു ജിയാൻ. ആ സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഡൽഹിയിൽ നടന്ന ഒരു ഔദ്യോഗിക ചടങ്ങിലാണ് യു ജിയാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ 99ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഇന്ത്യൻ സൈന്യത്തിന്റെ രക്ഷാപ്രവർത്തനത്തെ പ്രശംസിച്ചത്. 2025 ജൂണിൽ കേരളത്തിലെ അഴിക്കൽ തീരത്തിന് സമീപം സഞ്ചരിച്ചിരുന്ന MV വാൻ ഹൈ 503 എന്ന ചരക്ക് കപ്പൽ വലിയ തീപിടുത്തമുണ്ടായി. തീ അതിവേഗം പടർന്നതോടെ കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാർ അപകടത്തിലായി. ചില ഭാഗങ്ങളിൽ പൊട്ടിത്തെറിയും ഉണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. സ്ഥിതി ഗുരുതരമായതോടെ രക്ഷാപ്രവർത്തനം ഉടൻ ആരംഭിച്ചു. ഇന്ത്യൻ നാവികസേനയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ചേർന്നാണ് ദൗത്യം ഏറ്റെടുത്തത്. കടലിലെ പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും അവർ വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി. ആ അപകടത്തിൽ കുടുങ്ങിയിരുന്ന 12 ചൈനീസ് ജീവനക്കാരെ ഇന്ത്യൻ സേന സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. പിന്നീട് ഇവർക്ക് ആവശ്യമായ ചികിത്സയും മറ്റ് സഹായങ്ങളും നൽകി. ആ സമയത്ത് ഇന്ത്യൻ സേനയുടെ വേഗത്തിലുള്ള ഇടപെടൽ വലിയ ദുരന്തം ഒഴിവാക്കാൻ സഹായിച്ചതായി വിലയിരുത്തപ്പെട്ടിരുന്നു. ഈ സംഭവമാണ് ഇപ്പോൾ വീണ്ടും ഓർമ്മിപ്പിച്ച് ചൈനീസ് ഉദ്യോഗസ്ഥൻ ഇന്ത്യക്ക് നന്ദി അറിയിച്ചിരിക്കുന്നത്. പരിപാടിയിൽ സംസാരിക്കവേ റിയർ അഡ്മിറൽ യു ജിയാൻ പറഞ്ഞു, കഴിഞ്ഞ വർഷം കേരള തീരത്ത് തീപിടിച്ച് പൊട്ടിത്തെറിച്ച ചരക്കു കപ്പലിൽ നിന്ന് 12 ചൈനീസ് ജീവനക്കാരെ ഇന്ത്യൻ സൈന്യം രക്ഷപ്പെടുത്തി. ആ സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ഈ വാക്കുകൾ ഇന്ത്യയുടെ രക്ഷാപ്രവർത്തനത്തെ കുറിച്ചുള്ള ചൈനയുടെ ഔദ്യോഗിക നന്ദി പ്രകടനമാണ് കാണപ്പെടുന്നത്. രക്ഷാപ്രവർത്തനത്തിനെ കുറിച്ച് പറഞ്ഞതിന് പുറമെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും യു ജിയാൻ സംസാരിച്ചു. ഇരു രാജ്യങ്ങളും പ്രധാനപ്പെട്ട അയൽ രാജ്യങ്ങളാണെന്നും പല വിഷയങ്ങളിലും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും പൊതു താൽപര്യങ്ങൾ അതിലും വലുതാണെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഇന്ത്യയും ചൈനയും തമ്മിൽ സൈനിക തലത്തിൽ കൂടുതൽ ആശയവിനിമയവും സഹകരണവും ഉണ്ടാക്കണമെന്ന് യു ജിയാൻ ആവശ്യപ്പെട്ടു. നയതന്ത്ര ചർച്ചകൾ ശക്തമാക്കുകയും പരസ്പര വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്താൽ ഇരു രാജ്യങ്ങൾക്കും അത് ഗുണകരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സംരക്ഷണ ദൗത്യങ്ങൾ ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര പ്രവർത്തനങ്ങളിൽ ഇന്ത്യയും ചൈനയും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും യു ജിയാൻ ഓർമ്മിച്ചു. ലോക സമാധാനത്തിനും സുരക്ഷയ്ക്കുമായി ഇരു രാജ്യങ്ങളുടെയും സായുധ സേനകൾ നൽകിയ സംഭാവനകളും അദ്ദേഹം എടുത്തു പറഞ്ഞു. അടുത്ത കാലത്തായി ഇന്ത്യയും ചൈനയും തമ്മിൽ നയതന്ത്ര തലത്തിൽ കൂടുതൽ ചർച്ചകളും കൂടിക്കാഴ്ചകളും നടന്നിട്ടുണ്ട്. ഇരു രാജ്യങ്ങളുടെയും ഉന്നത നേതാക്കൾ തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചകൾക്ക് ശേഷം ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ചൈനയുടെ പുതിയ ഡിഫൻസ് അറ്റേഷനിലൂടെ നന്ദി അറിയിക്കൽ കൂടുതൽ ശ്രദ്ധ നേടുന്നത്. രക്ഷാപ്രവർത്തനം പോലുള്ള മനുഷ്യ സ്നേഹപരമായ ഇടപെടലുകൾ രാജ്യങ്ങൾ തമ്മിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. കടലിൽ അപകടം സംഭവിക്കുമ്പോൾ രക്ഷാപ്രവർത്തനത്തിന് ദേശീയതയോ അതിർത്തിയോ ഇല്ല. അപകടത്തിൽപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കുക എന്നതാണ് ആദ്യ ഉത്തരവാദിത്യം. കേരള തീരത്ത് നടന്ന ഈ സംഭവത്തിലും ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും അതുതന്നെയാണ് ചെയ്തത്. അപകടത്തിൽപ്പെട്ട വിദേശ നാവികരെ സ്വന്തം ആളുകളെ പോലെ കണ്ട് സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. അതുകൊണ്ട് തന്നെയാണ് ഒരു വർഷം കഴിഞ്ഞിട്ടും ആ സഹായം മറക്കാനാകില്ല എന്ന് ചൈനീസ് ഉദ്യോഗസ്ഥൻ തുറന്നു പറഞ്ഞത്. കേരള തീരത്ത് തീപിടിച്ച ചരക്ക് കപ്പലിൽ നിന്ന് 12 ചൈനീസ് നാവികരെ രക്ഷപ്പെടുത്തിയ ഇന്ത്യൻ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും പ്രവർത്തനം മനുഷ്യ സ്നേഹത്തിന്റെയും പ്രൊഫഷണലിസത്തിന്റെയും മികച്ച ഉദാഹരണമാണ്. അതിർത്തി വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും ജീവൻ രക്ഷിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ കാട്ടിയ ഉത്തരവാദിത്തം ഇപ്പോൾ ചൈനയും തുറന്ന് അംഗീകരിച്ചിരിക്കുകയാണ്. ആ സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല എന്ന റിയർ അഡ്മിറൽ യു ജിയാന്റെ വാക്കുകൾ മനുഷ്യ സ്നേഹത്തിന് അതിരുകളില്ല എന്ന സന്ദേശം വീണ്ടും ഓർപ്പിക്കുന്നതാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.